നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയുടെ ദൃഷ്ടിയാല് കഷ്ടകാലങ്ങൾക്ക് തുടക്കമാകുന്ന 3 നക്ഷത്രക്കാരുണ്ട്. ധനനഷ്ടം കുറയ്ക്കാൻ ഇവര് ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി രാശിമാറ്റം നടത്തിയിരിക്കുന്നത്. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ശനിയിലുണ്ടായിരുന്ന ഈ മാറ്റത്തോടെ ചില നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ ആരംഭവും കുറിച്ചിരിക്കുകയാണ്. കൂടാതെ ശനി ദോഷവും ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ശനി ദോഷങ്ങൾ അകന്ന് സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നുണ്ട് ഈ ശനി മാറ്റത്തോടെ. ഈ 7.5 ശനി കൂടാതെ ശനിയുടെ ദൃഷ്ടിയാല് ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ നേരിടേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങള് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇവ കുറയ്ക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 നക്ഷത്രക്കാരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ആ നക്ഷത്രക്കാരാരൊക്കെയാണെന്നും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത്. കൂടാതെ മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ പൂജയില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഇവർ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ധനനഷ്ടം കുറയ്ക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ഓരോ കാര്യങ്ങളും നല്ലതുപോലെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. തെറ്റായ തീരുമാനങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. അമിതമായ പണം കയ്യിൽ കരുതാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ അതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആഘോഷങ്ങളൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. അതിനാൽ ഈ തൊഴിലിടങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. സഹപ്രവർത്തകരോട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ചർച്ച ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജികൾ കൂടുതൽ അവർ പകർന്നു തരുന്ന ഒരു സമയമാണിത്. പലരും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന വിധത്തിൽ ഇവ പ്രയോഗിക്കും. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. മേലുദ്യോഗസ്ഥരോടൊക്കെ കയർക്കാതിരിക്കുക. കഠിന അധ്വാനത്തോടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ശനിദോഷങ്ങൾ കുറയ്ക്കുവാനായിട്ട് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. കർമ്മബലത്തിന്റെ ദേവനാണ് ശനി. അതിനാൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായിട്ട് ശനി വഴിപാടും നേരാവുന്നതാണ്. ഇത്രയുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാരുടെ ധനനഷ്ടം ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാര് സാമ്പത്തിക ഇടപാടുകളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പുതിയ ബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് നേടിയെടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിസിനസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നവർ സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ദോഷങ്ങളും വിഘ്നങ്ങളും ഒക്കെ അകറ്റുവാനായിട്ട് വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്രം ദർശിക്കുന്നതും വളരെ നല്ലതാണ്. ലക്ഷ്മി പ്രീതിക്കായിട്ട് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ലക്ഷ്മി ദേവി കടാക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പണം കയ്യിൽ നിൽക്കാതെ അവസ്ഥയുണ്ടായേക്കാം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണം സൂക്ഷിച്ച് ചിലവാക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യ ആഘോഷങ്ങളും പരിപാടികളും കുറച്ച് ദിവസത്തേക്ക്
ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾക്കായി പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഈ സമയത്ത് നന്നായിരിക്കില്ല. കുടുംബാംഗങ്ങളുടെ ആരോഗ്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ദേവീ മന്ത്രങ്ങൾ ജപിക്കേണ്ടതാണ്. ഗണപതിക്ക് വഴിപാട് നേരുന്നത് വളരെ നല്ലതാണ്. ശനിദേവന്റെ പ്രീതിക്കായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ശനിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഈ മേൽ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രക്കാരും ഈ ഏപ്രിൽ മാസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ജീവിതം വളരെ സുഖകരമായിരിക്കും. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും മാറുന്നതാണ്. അവരവർക്ക് പറഞ്ഞിരിക്കുന്ന ദേവന്മാരെയും ദേവിയെയും പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.